ഗായ്സ് ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ. വെള്ളിയാഴ്ച അതിൻ്റെ ഉമ്മ അറിഞ്ഞോട് ഈ ഉണ്ടാക്കിയൊക്കെ ഫുഡ്. അപ്പോൾ ഞാൻ ബീഫ് കറിയും ചിക്കൻ പൊരിയും നെയ്ച്ചോറും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മസാലയൊക്കെ കൂട്ടി വെച്ചിരുന്നു. ചിക്കൻ പൊരിച്ചിൽ തുടങ്ങിട്ടോ. മസാല കൺട്രോൾ ചെയ്ത് നോക്കാൻ നിങ്ങൾ എന്താ ഇത് ചൊർക്ക് മസാലയൊക്കെ വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച് വെച്ച് കുക്കറിൽ നമ്മൾ എന്ത് ചെയ്തു, ബീഫിനുള്ള പരിപാടിയും വെച്ച് അടുപ്പ് ഗ്യാസ് വേണ്ടേ, രണ്ടെണ്ണം ഒറ്റയടിക്കാനും ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ബീഫൊക്കെ അരിച്ചോറ് ചിക്കനൊക്കെ പൊരിച്ചുകൊണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ നെയ്ച്ചോറിനുള്ള പരിപാടി നോക്കുന്നുണ്ട് കണ്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പോട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ പ്രവാസി ആയതുകൊണ്ട് എന്ത് സമ്പാദിച്ചു ചോദിച്ചാൽ ഫുഡ് ഉണ്ടാക്കാൻ മാത്രം പഠിച്ചു, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു രസം. നമ്മൾ പ്രവാസിയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ സാധനം ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഉള്ളത് കൊണ്ട് ഒപ്പിച്ചുണ്ടാക്കും. അങ്ങനെ ബീഫ് കറി മാറ്റി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ നിങ്ങൾ മുളകിടണുണ്ടല്ലേ. മുളകിടാൻ പഠിപ്പിച്ചത് നമ്മൾ പ്രവാസി സുഹൃത്താട്ടോ, യാസീൻ എന്ന് പറയും, വയനാട്ടുകാരനാണ്. പറഞ്ഞു അതിൻ്റെ ഫ്ലേവർ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ബീഫ് കറി നോക്കാൻ നിങ്ങൾ ബീഫാണ് റെഡി ആയിട്ടോ. നോക്കാൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ വെള്ളം വരുന്നില്ല നിങ്ങൾക്ക്, ഇല്ലെങ്കിലും വരുന്നുണ്ട് പറയട്ടോ. അങ്ങനെ ബീഫ് കറിയൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് ഇലപ്പൊടികളൊക്കെ ഇടാണ്ട് അങ്ങനെ ഏതായാലും ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇലകളൊക്കെ ഇട്ടുകൊണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് ഒന്നുകൂടി കുറുക്കിയെടുത്ത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വിസിലടുപ്പിച്ചാൽ വേവ് ചെറിയൊരു കമ്മി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് തോന്നില്ല നിങ്ങൾക്ക്, പക്ഷെ കൂടിയിട്ടൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ഉപ്പൊക്കെ നോക്കി, ഉപ്പ് കമ്മിയാന്ന് തോന്നിയപ്പോൾ ഉപ്പ് കുറച്ച് കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നെയ്ച്ചോറും അതിനുള്ള പരിപാടികൾ ഇട്ട് അരിയൊക്കെ ഇട്ട് അപ്പം നെയ്ച്ചോറും റെഡിയായി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പം താങ്ക് യു. ഇതാണ് ഇന്നത്തെ വെള്ളിയാഴ്ച.